Here there is the first problem. This is very important problem. ഇതൊരു കൺസെപ്റ്റ് വൈസ് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഡയോഡിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോബ്ലമാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് കറൻറ്റ് ത്രൂ 20 ohm resistor with cut-in voltage of each diodes are 0.7 volt. Okay, and forward dynamic resistance of 2. Okay, ഇത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസും കട്ട് ഇൻ വോൾട്ടേജും പറയുന്നുണ്ട്. സോ ദിസ് വി കനോട്ട് കൺസിഡർ ദിസ് ഡയോഡ്സ് ആർ ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഐഡിയൽ കേസിൽ എന്താണ്, ഇൻ ഫോർവേഡ് ബയാസിൽ ദർ ഈസ് നോ കട്ട് ഇൻ വോൾട്ടേജ്. ഞാൻ പറയുന്ന ഫസ്റ്റ് അപ്രോക്സിമേഷനാണ്. ഐഡിയൽ കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്രോക്സിമേഷനാണ്. ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ ദർ ഈസ് നോ കട്ട് ഇൻ വോൾട്ടേജ് ആൻഡ് ദർ ഈസ് നോ ഡൈനാമിക് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ്? ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ ഡയോഡിൽ ഒരു സ്ലോപ്പ് ഉണ്ടാവും. നമ്മളൊരു എക്സ്പൊണൻഷ്യൽ കർവാണ് വരച്ചത്. ആ എക്സ്പൊണൻഷ്യൽ കർവിൻ്റെ ആ സ്ലോപ്പിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Okay, otherwise if there is no resistance, that should be a vertical line. VI curve ഒരു vertical line ഉണ്ടായിരുന്നുള്ളൂ. Okay, so that is forward dynamic resistance and there is a cut in voltage. After 0.7 voltage only the diode will start to conduct. Okay, so that is the problem, and we can have a 5 voltage supply, and we can having a 4 diode circuit. 4 ഡയോഡുള്ള ഒരു സർക്യൂട്ടാണ്. ആൻഡ് ദിസ് സർക്യൂട്ട് ഈസ് കോമൺലി നോൺ ആസ് ബ്രിഡ്ജ് സർക്യൂട്ട്. ഇതിന് ബ്രിഡ്ജ് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. ഈ ടൈപ്പ് സർക്യൂട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഫുൾ വേവ് റെക്ടിഫിക്കേഷനിൽ നമുക്ക് ഐദർ വി ക്യാൻ യൂസ് എ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഇല്ലാത്ത കേസിൽ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ്. ഹൗ ദ ബ്രിഡ്ജ് സർക്യൂട്ട്, ഇവിടെ നമ്മളൊരു DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ AC സപ്ലൈ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ സർക്യൂട്ട് ഇതൊരു ബ്രിഡ്ജ് സർക്യൂട്ടാണ്. ഇറ്റ്സ് എ ബ്രിഡ്ജ് നെറ്റ്വർക്കാണ്. അപ്പം ഞാനിപ്പോൾ ഈ DC വോൾട്ടേജ് സപ്ലൈ മാറ്റിയിട്ട് ഒരു AC കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഇസ് ഡയോഡ് D1, ഡയോഡ് D2, D3 ആൻഡ് D4. ഞാൻ ജസ്റ്റ് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ദിസ് വിൽ ബി പോസിറ്റീവ്, ദിസ് വിൽ ബി നെഗറ്റീവ്. ഇത് ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടായില്ല, എന്താണ് ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ ഡയോഡ് D1 ആൻഡ് D3 ഈസ് ഫോർവേഡ് ബയാസ്. വൈ? ഡയോഡ് D1ൻ്റെ പോസിറ്റീവിലേക്ക് പോസിറ്റീവാണ് വരുന്നത്, D4ൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് പോസിറ്റീവ് വരുന്നത്. സോ D4 ഈസ് ഇൻ റിവേഴ്സ് ബയാസ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ D2 will be in reverse bias and D3 is forward bias. So the positive cycle D1 and D3 is in forward bias. So the current will be flow in this direction. Okay, current will be flow in this direction. Okay, ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. What happened to the negative cycle? Negative cycle, here it is positive and here it is negative. So diode D2 is in forward bias and D4 is in forward bias. D3 in reverse bias and D1 is in reverse bias. So what will be the current flow? The current flow will be here in this direction. So in both cycle the current direction, in both positive and negative cycle, the direction of current is same. That means we will get positive cycle in both positive and negative cycle of the input. Okay, current direction change ചെയ്തിട്ടില്ല, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കിട്ടുന്നത്. So that is why it is known as a bridge network, and this is
this can be used for full wave rectification process too. Okay, just see network we can come to the actual problem. Here the cut-in voltage of each diode. Cut-in voltage of each diode is 0.7 voltage. So what are the things given? Cut-in voltage here. Cut-in voltage is 0.7. Is 0.7. So 0.7 voltage. And forward dynamic resistance is 2 ohm. Dynamic resistance is 2 ohm. Then you have to find out the current through this R. That is, the R is also given as 20 ohm. R is given as 20 ohm. Okay, you just have a try on this problem. In the answer like okay. So the current is positive and here it is negative. So the current flowing direction will be like this. Current flowing direction in പറയുന്ന because D1 and D3 will be in forward bias. D1 and D3 is in forward bias and D2 and D4 is reverse bias due to this battery. നിങ്ങളൊന്ന് പറയാമോ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. നമുക്ക് കാണുമ്പോൾ ഒരു സിമ്പിൾ പ്രോബ്ലം ആയിട്ട് തോന്നുന്നു. അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. ബട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ കറൻറ്റ്? ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ആരെങ്കിലും ഒന്ന് പറയാമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ എവിടെ നിങ്ങൾക്ക് തെറ്റുന്നതെന്നൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് കൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കിയത്, അതിനകത്ത് എവിടെയാണ് കൺസെപ്റ്റിൽ മിസ്റ്റേക്ക് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ? ഹലോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? നിങ്ങൾ നോക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്നെ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങളൊന്നില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും എന്നോട് പറ. നിങ്ങൾ ആരും ഒന്നും മിണ്ടാണ്ടിരിക്കില്ലേ? അപ്പോൾ ഞാൻ എന്താണ് വിചാരിക്കുക? എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടാതെ ഇരിക്കുമ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയാന്നേ. നിങ്ങളുടെ ആൻസർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല.
ഇതിന് ആരെങ്കിലും ഒരു ആൻസർ പറയാം. ഞാൻ പേരെടുത്ത് വിളിക്കണോ? എനിക്ക് സരിത തന്നെ പറ. സരിത കേൾക്കുന്നുണ്ടോ? ഹലോ. അല്ല, നമുക്ക് ഓക്കെ, നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ സാർ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. കാരണം എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഒട്ടും കിട്ടുന്നില്ല. റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളത് പ്രോബ്ലത്തിനോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ മ്യൂട്ടായിട്ട് ഇനി ഉറങ്ങുവാണോ, എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കാരണമാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നിങ്ങളൊരു ട്രൈ ചെയ്യൂ. ഈവൻ ആൻസർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളൊരു സാധാരണ രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കൂ. അപ്പം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം എവിടെയാണ് തെറ്റുന്നത്. ഓക്കെ, നിങ്ങളത് ചെയ്യാതിരിക്കരുത്. നിങ്ങളത് നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പം അത് ഈവൻ നമുക്കറിയില്ല, നമുക്കറിയാവുന്നത് വെച്ച് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ഇപ്പം ഈ കേസിൽ ഞാനിപ്പം അല്ലാതെ ഞാനിങ്ങനെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്തു പോയിട്ട്, കാരണം എനിക്ക് എല്ലാ പ്രോബ്ലം ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഒരു ഐഡിയ ആണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതുവരെ ചെയ്ത ഐഡിയ വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ ഡയോഡിൻ്റെ കേസിൽ തന്നെ D1 ഫോർവേഡ് ബയാസാണ്, D3 ഫോർവേഡ് ബയാസാണ്, D2 ആൻഡ് D4 റിവേഴ്സ് ബയാസാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ D2 ആൻഡ് D4 റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സർക്യൂട്ട് എനിക്ക് എങ്ങനെ റീഡ്രോ ചെയ്യാനായിട്ട് പറ്റും? ദർ ഈസ് 5 വോൾട്ടേജ് സപ്ലൈ. നിങ്ങൾക്ക് അത്രയും ഡയോഡൊക്കെ കാണുമ്പോഴാണ് ചിലപ്പം പ്രശ്നം ഉണ്ടാവുക. This is D1 and there is a 20 ohm resistor and there is another resistor. This is D3. So this is the circuit. ബാക്കി രണ്ട് ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണ്, അതിലൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല. സോ ദിസ് വിൽ ബി ദ സർക്യൂട്ട്. സോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ്. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എല്ലാ ഡയോഡിനും കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ D1 ഉം D3 ഒരു കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. ഇറ്റ്സ് 0.7 വോൾട്ടേജ് കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്താ, 0.7 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് കണ്ടക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും there will be a forward dynamic resistance of 2 ohm എന്നാണ് പറയുന്നത്. So we can having a forward dynamic resistance of 2 ohm. That means this diode can be replaced by a 2 ohm resistor and this diode can be also replaced by a 2 ohm resistor. Okay, so there is 2 ohm resistor. So in this total circuit, the entire total resistance of the network is, what will be the total resistance is 24 ohm. Okay, 24 ohm. So what will be the current through this 20 ohm resistor എന്നാണ് ചോദിച്ചത്. So the current through the 20 ohm resistor എത്രയായിരിക്കും? അപ്പോൾ പറഞ്ഞേ, സരിത പറഞ്ഞേ. അല്ല, നമ്മൾ ഈ നെറ്റ്വർക്കിലൂടെയുള്ള കറണ്ട്, ടോട്ടൽ കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ കറണ്ടിന് ഇക്വേഷൻ എന്താണ്? അക്കോർഡിംഗ് ടു ഓംസ് ലോ ദ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു V/R ആണ് അല്ലേ. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ഇപ്പം വോൾട്ടേജും തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദാറ്റ് കറണ്ട് ത്രൂ ദറ്റ് നെറ്റ്വർക്ക്? നമ്മൾ സിംപിളി ചിന്തിക്കുകയാണെങ്കിൽ കറണ്ട് ത്രൂ ദ നെറ്റ്വർക്ക് വിൽ ബി V/24 അല്ല V എന്ന് വെച്ചാൽ 5 വോൾട്ടേജ് ബൈ 24. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. നമ്മളൊരു സാധാരണ നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ അങ്ങനെയായിരുന്നു ചിന്തിക്കുക. ബട്ട് ഹിയർ വി ആർ യൂസിങ് ഡയോഡ്. ദിസ് ഡയോഡ് ഹാവിങ് എ കട്ടിൻ വോൾട്ടേജ് ഓഫ് 0.7. അപ്പോൾ ഡയോഡ് ഹാവിങ് എ കട്ടിൻ വോൾട്ടേജ് ഓഫ് 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഡയോഡ് 0.7 വോൾട്ടേജ് എടുത്താൽ മാത്രമാണ് ഈ ഡയോഡിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഡയോഡിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡയോഡിനൊരു ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് ഒരു 0.7 വോൾട്ടേജ് എന്താണെങ്കിലും വേണം.
അത് എടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 0.7 വോൾട്ടേജ് ഇവിടെ വേണം, ആൻഡ് ഓൾസോ 0.7 വോൾട്ടേജ് ഇവിടെ വേണം. ഓക്കെ, ഈ രണ്ട് 0.7 ഈ സെല്ലിൽ നിന്ന് എടുത്താൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് എഫക്റ്റീവായിട്ട് ഈ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വോൾട്ടേജിൻ്റെ ബാറ്ററി ആയിരുന്നു. അതിനകത്തുനിന്ന് ഒരു 0.7 വോൾട്ടേജ് എടുത്തു, വേറൊരു 0.7 വോൾട്ടേജോടെ എടുത്തു. കാരണം എന്നാൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുന്ന 3.6 വോൾട്ടേജ് സപ്ലൈ ആണ് എഫക്റ്റീവ്ലി കിട്ടുള്ളൂ. കാരണം ബാക്കി രണ്ട് 1.4 വോൾട്ടേജ് ടോട്ടൽ ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ആക്കാൻ ഈ സെല്ലിൽ നിന്ന് എടുത്തു. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ കട്ടിൻ വോൾട്ടേജ് ഇല്ല, ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5/24 കൊടുക്കായിരുന്നു. ബട്ട് ഹിയർ the effective voltage is only 3.6 voltage. So the current through the 20 ohm resistor is nothing but 3.6/24. That is the total resistance. So from that we can get 0.15 ampere. So the 0.15 ampere current is flowing through the 20 ohm resistor. ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റും 2 ohm റെസിസ്റ്റർ ആവും, 2 ohm റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതും 0.7 വോൾട്ടേജ് കട്ടിൻ വോൾട്ടേജ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്നുള്ളൂ. ആ രണ്ട് പോയിന്റുകൾ ഞാൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചോദിച്ചത്. സോ ദാറ്റ് ഈസ് വൈ ദിസ് പ്രോബ്ലം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ ഡയോഡിൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു. ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ, ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ ഇനി എല്ലാവരും ഓരോരുത്തരെ ഞാൻ പേരെടുത്ത് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലൂടെ കിടക്കാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഡയോഡായിരുന്നു. സാധാരണ ഡയോഡിന് നമ്മൾ സെമി കണ്ടക്ടർ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്ടിഫയർ ഡയോഡാണ്. റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ബ്രേക്ക് ഡൗൺ ഡയോഡ്സ് ആണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ബ്രേക്ക് ഡൗൺ ഡയോഡ്സിനെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ സെനർ ഡയോഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെനർ ഡയോഡ്. ഓക്കെ, സെനർ ഡയോഡൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ വർക്കിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലാണ്. സാധാരണ ഡയോഡ് ഫോർവേഡ് ബയാസിലായിരുന്നു റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. കാരണം റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് അല്ലേ. ഇപ്പോൾ ഒരു നോർമൽ ഡയോഡിൻ്റെ നമ്മൾ VA ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത്, നോർമൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ്, റെക്ടിഫിക്കേഷൻ ഡയോഡിൻ്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be like this and it will be like this. Okay, so in forward bias it will conduct, and in reverse bias there is only a reverse saturation current. This current can be considered as a negligibly small current. തെർമൽ വോൾട്ടേജ് മൈനോറിറ്റി ക്യാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ്. ഇത് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എനിവേ ഇത് എത്ര വോൾട്ടേജ് വരെ റിവേഴ്സ് ബയാസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും? ഇതിനൊരു മാക്സിമം ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനെയാണ് നമ്മൾ PIV എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ആണ്. സോ ദിസ് ഈസ് PIV എന്ന് വെച്ചാൽ പീക്ക് ഇൻവേഴ്സ് voltage. Peak inverse voltage is nothing but the maximum reverse voltage we can be applied across a diode. Maximum reverse bias we can be applied across a diode before breakdown region. So ഇവിടെ ഒരു PIV ഉണ്ട്, peak inverse voltage ഉണ്ട്, that is the maximum reverse voltage. After the PIV the diode will be start conducting in a sharp manner. What will happen inside the diode? എന്താ പറ്റുക? നമ്മൾ റിവേഴ്സ് ബയസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് അറിയാം ഇലക്ട്രോൺസും ഹോൾസും ഇപ്പം പി ടൈപ്പ്
പി സൈഡുണ്ട്, എൻ സൈഡുണ്ട്. പി സൈഡിലെ ഹോൾസ് എല്ലാം ടെർമിനലിൻ്റെ അടുത്തേക്ക് വരും. എൻ സൈഡിൻ്റെ ഇലക്ട്രോൺസ് എല്ലാം എൻ സൈഡിൻ്റെ ടെർമിനലിലേക്ക് വരും. സോ ദ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം പതുക്കെ പതുക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കരമായിട്ട് കൂടാനായിട്ട് തുടങ്ങും. ആ ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങിയിട്ട് കൂടി തുടങ്ങിയിട്ട് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മൊത്തം ബ്രേക്ക് ആവും. അതിൻ്റെ കോവാലൻ്റ് ബോണ്ട് എല്ലാം ബ്രേക്ക് ആയതിന് ശേഷം കൂടുതൽ മൈനോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ ഹോൾസും ഇലക്ട്രോൺസും ജനറേറ്റ് ചെയ്യുമ്പോൾ എ ഹൈ കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. സോ ദിസ് ഈസ് വി ക്യാൻ എക്സ്പ്ലെയിൻ ആസ് ബ്രേക്ക് ഡൗൺ റീജിയൻ. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുന്നത്. നോർമൽ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യിപ്പിക്കാറില്ല. ഈ ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോർമൽ റെക്ടിഫയർ ഡയോഡ് എന്ന് പറയുന്നത് അത് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വൺസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് എക്സീഡായിട്ടൊരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മൊത്തം ബ്രേക്ക് ഡൗൺ ആവും. അത് തിരിച്ച് ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരില്ല. പിന്നെ നമ്മൾ ആ ഡയോഡ് എടുത്തിട്ട് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന VI ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പം രണ്ട് ടൈപ്പ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡയോഡിൽ പറയുന്ന ഒരു ടൈമാണ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. സോ ഐ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്, അതായത് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈഡ് across a diode before breakdown. ബ്രേക്ക്ഡൗണിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജിനെയാണ് നമ്മൾ PIV എന്ന് പറയുന്നത്. ഈസ് ദ PIV. Then what is the breakdown mechanism happening inside a diode? There are two type of breakdown mechanism happen. Types of breakdown mechanism happen in a diode. One is Zener breakdown, another is avalanche breakdown. So these are the two breakdown mechanism happening inside a diode. What is Zener breakdown? ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ബയാസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ജംഗ്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈവൻ ഇലക്ട്രിക് ഫീൽഡൊന്നും കൊടുത്തില്ല, റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തില്ലെങ്കിലും ആ ജംഗ്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടേജ് കാണും, ജർമ്മനി ആണെങ്കിൽ 0.3 വോൾട്ടേജ് അതിൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്നാലോ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. സോ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ വിൽ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് അതിനൊരു എക്സീഡിങ് ലെവലെത്തും. വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ എത്തും. അങ്ങനെ പൊട്ടൻഷ്യൽ എത്തിക്കഴിയുമ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവാലൻ്റ് ബോണ്ടിൽ ഇൻസൈഡിലുള്ള ഇലക്ട്രോൺസിനെ അത് പുൾ ഓഫ് ചെയ്യും, അതിന് വലിച്ചെടുക്കും. ഓക്കെ, സോ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണും ഒരു ഹോളും ഉണ്ടാവും. അങ്ങനെ ഒരു അതിന് ലിമിറ്റ് ചെയ്യാവുന്ന, അതിൻ്റെ കോവാലൻ്റ് ബോണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന ഒരു സ്ട്രെങ്ത്തിനേക്കാളും എക്സീഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിനകത്തുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് അത് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുൾ ഓഫ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അങ്ങനെ പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാരിയേഴ്സ് ഉണ്ടാവും. കൂടുതൽ കാരിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി the current will start to increase. That mechanism is known as Zener breakdown mechanism. Hope this is clear. Then there is another type of mechanism, breakdown mechanism, that is avalanche mechanism. In avalanche mechanism what will happen, the same things will happen. Same things will happen means when we increase the electric field, reverse bias, the electric field potential at the junction will also increase. And also we know that some of the minority carriers in the junction,
ജംഗ്ഷനിലൂടെ സം ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഈ റിവേഴ്സ് ബയാസ് മൂലം സം ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സിന് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവാനുള്ള ആ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടല്ലോ, അതിൻ്റെ ആക്സലറേഷൻ ഭയങ്കരമായിട്ട് കൂടും. കാരണം എന്താണ്, ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ആ ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വളരെ ഹെവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ റിവേഴ്സ് ബയാസ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുമ്പം ഭയങ്കര ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തുള്ള സ്ഥലത്ത് നമ്മൾ ഇലക്ട്രോൺ ഒരു കരിയർ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആക്സിലറേഷൻ സംഭവിക്കും. കാരണം അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എന്താ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുതലാവാൻ കാരണം ഭയങ്കരമായിട്ടൊരു ഫീൽഡിലാണ് വയ്ക്കുന്നത്. അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടി അതിൻ്റെ ആക്സിലറേഷൻ കൂടി ഇലക്ട്രോൺസ് ഈ ആറ്റത്തിലേക്ക് വന്ന് കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവിടെ ആറ്റംസ് ഉണ്ട്, ആറ്റത്തിൻ്റെ കോവാലൻ്റ് ബോണ്ടിലേക്ക് നിന്ന് കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. ഈ കോവാലൻ്റ് ബോണ്ടിൽ വളരെ ശക്തിയായിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ആവാൻ തുടങ്ങും. അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, കോവാലൻ്റ് ബോണ്ട് വൺസ് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടുതൽ കരിയേഴ്സ് ഉണ്ടാവും. ഈ കൂടുതലുണ്ടാകുന്ന കരിയേഴ്സിനും ഈ ഇലക്ട്രിക് ഫീൽഡ് ഹയർ ഇലക്ട്രിക് ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഹയർ ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുന്ന കാരണം കൂടുതൽ കരിയേഴ്സ് ഉണ്ടാവും, കൂടുതൽ കരിയേഴ്സ് ആക്സിലറേറ്റ് ആവും. ഈ ആക്സിലറേറ്റഡ് ആയ കരിയേഴ്സ് വീണ്ടും ഇടിക്കാൻ തുടങ്ങും, വീണ്ടും. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കും, മൾട്ടിപ്ലിക്കേഷൻ റിയാക്ഷൻ പോലെ. ലൈക്ക് ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ നടക്കുന്ന പോലെ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കാൻ തുടങ്ങും. സോ മോർ കരിയേഴ്സ് വിൽ സ്റ്റാർട്ട് ടു ജനറേറ്റ് ആൻഡ് ഹൈ കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ഓക്കെ, ദാറ്റ് ഈസ് അവലാഞ്ചി. അപ്പോൾ അവലാഞ്ചി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്നതാണ്. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന സ്ട്രെങ്ത്തും കൊണ്ട് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കാരിയേഴ്സ് പുൾ ഓഫ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം ബോത്ത് പ്രോസസ്സിലും ഡ്യൂ ടു ഹൈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ ടു യു. വാട്ട് ആർ ദ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഹാപ്പനിങ് ഇൻസൈഡ് ദി ഡയോഡ്. ഓക്കെ, അപ്പോൾ നോർമൽ ഡയോഡിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യില്ല. ഡയോഡ് ബേൺ ഓഫ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കും. ആ ഡയോഡ് വി കാൺട്ട് യൂസ് ദിസ് ഡയോഡ് ഫർദർ മോർ. ഓക്കെ, then but in the case of special application diode, that means a Zener diode, it will be work in a reverse bias and it is heavily doped PN junction and it can be used in a breakdown region. Okay, breakdown regionിലാണ് അത് ഉപയോഗിക്കുന്നത്. So Zener diode we can be used in Zener diode, we can use in breakdown region. So we can use in breakdown region. Okay, so it is a heavily doped region, heavily doped PN junction. Okay, it can be also worked in forward bias and also reverse bias. Forward bias സാധാരണ ഡയോഡിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, ബട്ട് ഇൻ എ റിവേഴ്സ് ബയാസ് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റ് ഇൻ after the peak inverse voltage or reverse voltage. So this is the normal symbol of diode, but in Zener diode it is like this. This is the symbol of Zener diode, and we know that we can be represent this diode like this. Small resistance. This is the നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ബട്ട് ഇലക്ട്രിക്കൽ സിമിലർ ഇലക്ട്രിക്കൽ ഡയഗ്രം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് സിമിലർ ഇലക്ട്രിക്കൽ ഡയഗ്രം ഇങ്ങനെ വന്നത്? ഞാൻ പറഞ്ഞു റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നതിൽ, റിവേഴ്സ് ബയാസ് ഫോർവേഡ് ബയാസിൽ സാധാരണ നോർമൽ ഡയോഡിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദർ വിൽ ബി എ സ്മോൾ കറണ്ട്, ദറ്റ് ഈസ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ, ദറ്റ് ഈസ് സെനർ ബ്രേക്ക് ഡൗൺ, സെനർ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് VZ ഈസ് നോൺ ആസ് സെനർ voltage, Zener breakdown voltage and Zener voltage എന്നൊക്കെ സിംപ്ലി പറയും. then will be a sharp increase in current. Okay, sharp increase in current. Okay, and there is a small resistance will be there because there is a very small slope. ഒരു വളരെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി വെരി സ്മോൾ ആയിരിക്കും. R is very small ആയിരിക്കും. But in
practical case there will be an R, but in ideal case there is no R is there. That means a sharp increase like this. Okay, what is the use of the Zener diode? Zener diode എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ജനറലി ദ Zener diode can be used as a voltage regulator. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് നമ്മൾ Zener diode യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ മറ്റേ സാധാരണ ഡയോഡ്, റെക്ടിഫയർ ഡയോഡ് അല്ലെങ്കിൽ സാധാരണ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ, എ സിനെ ഡി സി ആക്കാനുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇൻ Zener diode ദ application is voltage regulator. How it regulate? How we can be regulate the voltage? Consider we have a fluctuated input DC voltage. അതായത് തീരെ സ്റ്റെബിലൈസ് അല്ലാത്ത ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സാണ്, ഡി സി സോഴ്സാണ്, ബട്ട് ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം 6 to 10 വോൾട്ട്, ഡി സി വോൾട്ടേജ് 6 to 10 വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സപ്ലൈ ആണ് എനിക്കുള്ളത്. എനിക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള, അതായത് എപ്പോഴും എനിക്ക് 5 വോൾട്ടേജ് ഉള്ള ഒരു സപ്ലൈ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, ഐ നീഡ് എ സപ്ലൈ. കാരണം നമ്മൾ സർക്യൂട്ടുകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത പവർ സപ്ലൈ വേണം. അങ്ങനത്തെ സപ്ലൈ വേണമെങ്കിൽ നമ്മൾ റെഗുലേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. റെഗുലേറ്റ് ചെയ്താണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. വി ക്യാൻ ഹാവ് എ സീരീസ് റെസിസ്റ്റൻസ് ആൻഡ് വി ക്യാൻ ഹാവിങ് എ Zener diode. ദിസ് ഈസ് എ Zener diode വിത്ത് VZ ഈസ് 5 voltage. VZ is 5 volt. Okay, and we can having a load resistor across the Zener diode. This is the load resistor. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഇപ്പോൾ എനിക്ക് 5 വോൾട്ടേജ് വേണം. അപ്പോൾ അതിനുള്ള ഒരു സർക്യൂട്ടാണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി Zener ഡയോഡിൻ്റെ ഇതെന്താണെന്നുള്ളത്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ ദിസ് Zener diode ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ് ആണ്, കാരണം ഇതിൻ്റെ പോസിറ്റീവ് സെല്ല് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവിലേക്കാണ്, നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവിലേക്കാണ്. ആൻഡ് വി ക്യാൻ ഓൾവേസ് ഹാവിങ് എ വോൾട്ടേജ് ഹയർ ദാൻ ദിസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. 6 to 10 വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ 6 വോൾട്ടേജ് ഉണ്ട്, ഇനീഷ്യലി 6 വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. 6 വോൾട്ടേജ് ഉണ്ടെങ്കിൽ Zener ഡയോഡിന് അക്രോസ് ആയിട്ട് എപ്പോഴും 5 വോൾട്ടേജ് ഉണ്ടാവും. കാരണം എന്താണ്, നമുക്കിവിടെ നിന്നും മനസ്സിലായി, സർക്യൂട്ടിൽ നിന്നും മനസ്സിലായി. ഇനി ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം ഞാൻ എത്ര വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും, റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും, ഞാനിത് പ്രാക്ടിക്കൽ കേസിലാണ് ഞാൻ ഒരു ചെറിയ സ്ലോപ്പ് വരച്ചത്, ബട്ട് ഐഡിയൽ കേസിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിരിക്കും. അപ്പോൾ എത്ര ഇനി മൈനസ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലും വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് കൂടില്ല. ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കൂടില്ല. ഇൻപുട്ട് വോൾട്ടേജ് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് മാത്രമേ കൂടുകയുള്ളൂ. ദ ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട്. സോ ഓൾവേസ് വി ക്യാൻ ഗെറ്റ് എ 5 voltage across the Zener diode. If the reverse voltage is input voltage is exceeding the Zener voltage. അപ്പോൾ അതിന് മുമ്പ് എന്താ സംഭവിക്കുന്നത്? അതിന് മുമ്പ് റെഗുലേഷൻ ഒന്നും സംഭവിക്കില്ല. 5 വോൾട്ടേജിന് താഴെയാണ് ഇൻപുട്ട് വോൾട്ടേജ്, ദർ വിൽ ബി നോ റെഗുലേഷൻ ഹാപ്പനിങ്. 5 വോൾട്ടേജിന് മേലെ എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എനിക്ക് എപ്പോഴും 5 വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ദിസ് ഈസ് പാരലൽ സർക്യൂട്ട്. സോ ഐ വിൽ ഗെറ്റ് എ റെഗുലേറ്റഡ് പ്ലസ് 5 വോൾട്ടേജ് സപ്ലൈ ഫ്രം ദിസ് സർക്യൂട്ട്. സോ ദിസ് ഈസ് ദ സിമ്പിൾ വോൾട്ടേജ്. എന്തിനാണ് ഈ സീരീസ് റെസിസ്റ്റർ, ലോഡ് റെസിസ്റ്റർ വയ്ക്കുന്നത്? നമുക്ക് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വോൾട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ സീരീസ് റെസിസ്റ്റൻസ് ഇവിടെ വയ്ക്കുന്നത്? സീരീസ് റെസിസ്റ്റൻസ് വയ്ക്കുന്നത് എനിക്ക് എക്സസ് ആവുന്ന ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, എക്സസ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 6 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ RS നെക്രോസ് ആയിട്ട് നമുക്ക് 1 വോൾട്ടേജ് ഉണ്ടാവും. 10 വോൾട്ടേജ് ആണെങ്കിൽ ഈ RS നെക്രോസ് ആയിട്ട് 5 വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ എക്സസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് റെസിസ്റ്റർ വയ്ക്കുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ. ഇങ്ങനെയാണ് ഇതിനകത്ത് റെഗുലേഷൻ നടക്കുന്നത്. Okay, then we can having some നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കുന്ന സം വേർഡ്സ് ആണ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് Zener വോൾട്ടേജ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നീ വോൾട്ടേജ്. പ്രോബ്ലത്തിൽ ചിലപ്പോൾ നീ വോൾട്ടേജ് എന്നായിരിക്കും പറയുക. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടേം, നീ വോൾട്ടേജ്.
ആൻഡ് ദിസ് കറൻറ്റ് എപ്പോഴാണോ സെനർ ബ്രേക്ക് ഡൗൺ ആവുന്നത് ആ കറൻറ്റിനെയാണ് നീ കറണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് കറൻറ്റ് ഈസ് നോൺ ആസ്, ഈ പോയിന്റിലെ കറൻറ്റിന് നീ കറണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഐഡിയൽ കേസ് എടുക്കുമ്പോൾ നീ കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. നീ കറണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഐഡിയലി നീ കറണ്ട് 0 മില്ലി ആംപിയർ ആയിരിക്കും. കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല ഐഡിയൽ കേസിൽ, കാരണം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് 0 ആണ്. ബട്ട് പ്രാക്ടിക്കൽ കേസ് ദർ വിൽ ബി എ നീ കറണ്ട്. ഓക്കെ, നീ കറണ്ട് ഉണ്ടാവും. ഓക്കെ, സോ കൺസിഡർ let this current is IS and this current is IZ and this current is IL. ഓക്കെ, IS 2 ബ്രാഞ്ചിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെരി ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, എന്താണ് സെനർ ഡയോഡ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ? സ്വാതി, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. So first of all we can go for first problem Q2. Find the power dissipation in Zener diode. Dissipation in Zener diode. What is the equation for power? Power is nothing but voltage into current. Voltage multiplied by current is the power. Okay, so we can having a 50 voltage supply and there is a 150k resistor, and we can having a Zener diode with a 15 voltage. Zener diode with a 15 voltage Zener diode is there. And we can having a 75k. So this is, you have to find out the power dissipation in the Zener diode. You have an input voltage of 50 voltage and the Zener diode Zener breakdown voltage is 15 voltage, and there is a 75k resistor is there, 150k series resistor is there. You have to find out the power dissipation in the Zener diode. Okay, so let Pz is the power dissipated in the Zener diode, that is Vz into Iz. Vz is already given 15 voltage, and you have to find out Iz. You have to find out Iz. Okay, ഹരികൃഷ്ണനെ ഒന്ന് ട്രൈ ചെയ്യാമോ? ഹരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഓക്കെ, എനിക്ക് എന്നിട്ട് ആൻസർ ഒന്ന് പറയാമോ? ഹരി മാത്രമല്ല, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമ്മളൊരു പെട്ടെന്നൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് IZ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പവർ ഡിസിപ്പേഷൻ കാണാം. ജസ്റ്റ് VZ ഇൻറ്റു IZ ചെയ്താൽ മതി. ലെറ്റ് ദിസ് കറൻറ്റ് ഈസ് IS ആൻഡ് ദിസ് കറൻറ്റ് ഈസ് IZ ആൻഡ് ദിസ് കറൻറ്റ് ഈസ് IL. ഓക്കെ, so here it is given as this is 15 voltage. So this is also 15 voltage. There is a 15 voltage across this 75k. So what will be the current IL? You can easily find out, isn't it? കാരണം ഇത് രണ്ട് പാരലൽ സർക്യൂട്ടാണ്. ഇതിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും.
Then what is IS? IS we can be easily calculate, isn't it? What is IS? What is voltage across this resistor? That is 35 voltage. 35 voltage, isn't it? കാരണം ഇവിടെ 15 വോൾട്ടേജ് ഡ്രോപ്പ് ആയി, ഇവിടെ 15 വോൾട്ടേജ് ആണുള്ളത്. സോ ദർ ഈസ് 35 വോൾട്ട്. സോ IS ഈസ് നത്തിങ് ബട്ട് 35 by that resistance 150K. That is 0.23 milliamp. So we got IS and IL. Then what is IZ? IZ is nothing but IZ plus IL ആണ് IS എന്ന് പറയുന്നത്. So IZ is nothing but IS minus IL. That is 0.23 minus 0.2 milliampere. That is 0.03 milliampere is the current flowing through the IZ. Then we can be easily calculate PZ. PZ is equal to IZ into VZ. Okay, that is 0.03 milliamps into VZ is equal to, VZ is nothing but 15 voltage. That is, from that we can be 0.45 milliwatt is the power dissipated in the Zener diode. Okay, hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ഈ എസെൻഷ്യൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ TIFRൻ്റെ ആണെങ്കിലും ജാമിൻ്റെ ആണെങ്കിലും ജസ്റ്റിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസുകളിൽ ഒരുപാട് ഇതുപോലത്തെ സെനർ ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. യു ക്യാൻ സീ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പോലെ തരാം, നിങ്ങളത് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രോബ്ലംസ്. ഓക്കെ, വൺ മോർ പ്രോബ്ലംസ് നമുക്ക് സെനർ ഡയോഡ് വെച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ, അതുകൊണ്ടാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. This is 6.3 voltage supply. Ohm resistor. Almost all the circuit using Zener diode is a regulator because regulation എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നതാണ് സെനർ ഡയോഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. So this is my load resistor and this is a variable load resistor and this is 4.8 voltage Zener diode. Okay, here in this problem in the circuit the Zener diode current is limited in the range range 5 IZ 100 milliampere. Find the possible range of R. This is a different type of problem. You have to find out the possible range of RL to achieve the IZ 5 to 100 milliampere.
So the IZ range should be in 5 milliampere to 100 milliampere. അങ്ങനെ ആവണമെങ്കിൽ എൻ്റെ RLൻ്റെ റേഞ്ച് എത്രയായിരിക്കണം? പ്രോബ്ലം ക്ലിയർ ആയോ നിങ്ങൾക്ക്? Here in this circuit the Zener diode current is limited in the range of 5 to 100 milliampere. Zener diode current. Find the possible range of RL. You have to find out the possible range of RL. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ IZൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്, 5 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്, 100 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ RLൻ്റെ റേഞ്ച്. അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കണം 5 മില്ലി ആംപിയർ ആണ് IZ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ RL എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 100 മില്ലി ആംപിയർ ആണ് IZ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ RL കണ്ടുപിടിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് RLന് 2 വാല്യൂ കിട്ടും. അതായിരിക്കും അതിൻ്റെ RLൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹരിക്കൊന്ന് ചെയ്യാമോ? ഹരിക്ക് മാത്രമല്ല, എല്ലാവരും ഒന്ന് ചെയ്യുമോ? എന്നിട്ട് ഹരി ഒന്ന് ആൻസർ പറയൂ. So this is IL, load current. Consider this is the current, mean current. Mean current is the sum of IZ and IL. What is the voltage across this 12 ohm resistor? That is 6.3 minus 4.8. That is 1.5. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ആവുന്നു 1.5 ആണ്. 1.5 voltage is dropping across the resistor. So the main current is, we know that what is the main current? Main current is nothing but I is nothing but 1.5 by 12. Okay, so എല്ലാവരും ചെയ്തോളൂ. So what is I is equal to okay. Then I am assuming that IZ is equal to 5 milliampere. We have the range IZ is equal to 5 to 100 milliampere. Okay, initially let IZ is equal to 5 milliampere. Then what will be my IL? IL is nothing but this 125 I minus IZ ആണ് 5 milliampere. Okay, so that is 120 milliampere. IL is 120 milliampere. Okay, IL ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 120 milliampere. Then you have to easily find out RL. കാരണം ഇവിടെ വോൾട്ടേജ് റേഞ്ച് this will be the 4.8 voltage is the voltage across the load resistor. Then IL is already given as 120. Then what will be RL value? RL value is nothing but 4.8 divided by 120 milliampere. Okay, it is 40 ohm. It is 40. Then let IZ in the range ആണ് തന്നിരുന്നത് 5 milliampere to 100 milliampere. Let IZ is equal to 100 milliampere. Then at that time IL is equal to the main current is 120 minus 100 milliampere. Okay, that is 25 milliampere. Okay, fine. Then you can find out RL. RL is equal to 4.8 voltage, that is the regulated voltage by 25 milliampere. From that you will get
192 ohm. So the range of RL should be 40 to 192 ohm to achieve I set in the range of 5 to 100 milliamp. Okay, so this is the answer, 40 to 192 ohm. Okay, hope this is very clear. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്, ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. Moving on to the next problem. നിങ്ങൾ തന്നെ ചെയ്യണം ഈ പ്രോബ്ലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹൈ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. വിൽ ഗിവ് നെക്സ്റ്റ് പ്രോബ്ലം. നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. The 6 voltage Zener diode. ഈ സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും. ഹാസ് 0 സെനർ റെസിസ്റ്റൻസ്. 0 സെനർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെനർ വോൾട്ടേജിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അവിടെ ആ സ്ലോപ്പ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നീ കറൻറ്റ് is 5 milliampere. സെനർ റെസിസ്റ്റൻസ് 0 ohm ആണ്. നീ കറൻറ്റ് എന്ന് പറയുന്നത് 5 milliampere ആണ്. ഓക്കെ, ദ മിനിമം വാല്യൂ ഓഫ് R so that the voltage across R doesn't fall below 6 volt. Okay, that is the question, and the circuit is we can having a 10 voltage supply. There is a 50 ohm, and we can having a Zener diode. This Zener diode is 6 volt, and there is a resistor. There is a resistor here. Okay, what are the things given? 0 Zener resistance ആണ്. നീ കറൻറ്റ് ഈസ് 5 milliampere. നീ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം കറൻറ്റ് ഈസ് 5 milliampere ആണ്. ഐ സെറ്റിലൂടെ പോകുന്ന മിനിമം കറൻറ്റ് 5 milliampere ആണ്. Okay, so the minimum value of R, you have to find out the minimum value of R to find ഇതിനെ ക്രോസ് ആയിട്ട് 6 വോൾട്ടേജ് തന്നെ നിൽക്കാനായിട്ടുള്ള മിനിമം കറൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, so you can see that there is 50 ohm resistor, and ഈ 50 ohm റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് 4 വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. കാരണം ഇത് 6 വോൾട്ടേജ് ആണ്. സോ 4 വോൾട്ടേജ് ഉണ്ടാകും. സോ യു വിൽ നോ ദറ്റ് കറൻറ്റ് ഓഫ് ദ മെയിൻ ബ്രാഞ്ച്, and this knee current is 5 milliampere. ആ knee current എങ്കിലും വേണം 6 വോൾട്ടേജ് എത്തിക്കാൻ. knee current എങ്കിലും വേണം. സോ അറ്റ്ലീസ്റ്റ് 5 milliampere എങ്കിലും ഇതിലൂടെ ഫ്ലോ ചെയ്താൽ മാത്രമാണ് ഈ ഡയോഡ് സെനർ ഡയോഡ് ഓൺ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ 5 milliampere ആ കറണ്ടിനെയാണ് നമ്മൾ knee current എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ സെനർ ഡയോഡ് ഓൺ ആക്കി വെക്കാനുള്ള കറണ്ടിനെയാണ്
നമ്മൾ നീ കറണ്ട് എന്ന് പറയുന്നത്. നീ കറണ്ട് 5 മില്ലി ആംപിയർ എങ്കിലും വേണം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ നീ കറണ്ട്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ആൻഡ് ഓൾസോ വോൾട്ടേജ് അക്രോസ് ദ resistor R is 6 voltage, so you can be easily find out the resistance R. Okay, hope this is clear. You can easily do this problem. Okay, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് വേറെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട്. ഓക്കെ, ഫൈൻ. താങ്ക് യു വെരി മച്ച്.